നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും അതീവ സംഘർഷഭരിതമായ ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ രാഷ്ട്രീയവും സുരക്ഷയും മാത്രമല്ല നേതാക്കളുടെ വ്യക്തിജീവിതവും ആരോഗ്യനിലയും വരെ പൊതുചർച്ചയുടെ കേന്ദ്രമായി മാറുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ വാർഷിക മെഡിക്കൽ രേഖകൾ പുറത്തുവിടുന്നത് 2 മാസത്തേക്ക് മാറ്റിവെച്ചതായി പ്രഖ്യാപിച്ചത്. തെറ്റായ വിവരണങ്ങളും അടിസ്ഥാനരഹിത പ്രചാരണങ്ങളും തടയേണ്ട സാഹചര്യം നിലനിന്നതിനാലാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സമൂഹ മാധ്യമമായ എക്സ് വഴി പങ്കുവച്ച വിശദീകരണത്തിൽ താൻ മികച്ച ആരോഗ്യവാനാണെന്നും അടുത്തിടെ നേരിട്ട ചെറിയ ആരോഗ്യ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ക്യാൻസർ ആയിരുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയത്. തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു നെതന്യാഹു അസുഖവിവരം പുറത്തു പറഞ്ഞത്. പതിവ് പരിശോധനയ്ക്കിടെ പ്രാരംഭഘട്ടത്തിലുള്ള ഒരു ട്യൂമർ കണ്ടെത്തിയെന്നും ഉടൻ തന്നെ ചികിത്സ തേടിയെന്നും ക്യാൻസറിന്റെ ഒരു ലക്ഷണവും ബാക്കി ഇപ്പോൾ ശരീരത്തിലില്ല എന്നും നെതന്യാഹു പറഞ്ഞു. നെതന്യാഹു പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് തുടങ്ങുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ആദ്യഘട്ടമായിരുന്നുവെന്നും റേഡിയേഷൻ തെറാപ്പിയിലൂടെ ചികിത്സ തേടിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രോസ്റ്റേറ്റിൽ 0.9 സെന്റിമീറ്റർ വലിപ്പമുള്ള ട്യൂമർ കണ്ടെത്തിയിരുന്നതായി 2024 ഡിസംബറിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പതിവ് പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. തുടർന്ന് 2.5 മാസം മുമ്പ് റേഡിയേഷൻ ചികിത്സയ്ക്ക് അദ്ദേഹം വിധേയനായി. ഏറ്റവും പുതിയ പരിശോധനാ ഫലങ്ങൾ പ്രകാരം രോഗം പൂർണ്ണമായും മാറിയതായി ഡോക്ടർമാർ അറിയിച്ചു. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി കേന്ദ്ര കഥാപാത്രമായി മാറിയ നെതന്യാഹുവിന്റെ ആരോഗ്യനില എപ്പോഴും പൊതുജനശ്രദ്ധയിൽപ്പെട്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യസുരക്ഷാ തീരുമാനങ്ങൾ അതിവേഗത്തിൽ കൈക്കൊള്ളേണ്ട യുദ്ധകാല സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ശാരീരികക്ഷമതയും മാനസിക സജ്ജതയും കൂടുതൽ പ്രാധാന്യം ആർജിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വൈകിപ്പിച്ച തീരുമാനം സാധാരണ ഭരണ നടപടി എന്നതിലുപരി ഒരു രാഷ്ട്രീയ സന്ദേശമായും ചില നിരീക്ഷകർ വിലയിരുത്തി. വിമർശകരും പിന്തുണയ്ക്കുന്നവരും ഒരുപോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധയോടെ പരിശോധിക്കുകയാണ് ഇപ്പോൾ. 1 വർഷം മുമ്പ് വലുതായ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നത്തിന് വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം താൻ പതിവായി മെഡിക്കൽ മേൽനോട്ടത്തിലായിരുന്നുവെന്ന് നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. പ്രായം കൂടുന്നതിനോടൊപ്പം പുരുഷന്മാരിൽ സാധാരണമായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായ മാറ്റങ്ങൾ. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ ഒന്നിലാണ് ഡോക്ടർമാർ ഇത് കണ്ടെത്തിയത്. തുടർ പരിശോധനകൾക്ക് ശേഷം അത് വളരെ പ്രാരംഭഘട്ടത്തിലുള്ള മാരക ട്യൂമറാണെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള പടർച്ചയോ മെറ്റാസ്റ്റാസിസിന്റെ സൂചനകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഈ കണ്ടെത്തലിന് പിന്നിൽ ഡോക്ടർമാർ അദ്ദേഹത്തിന് മുന്നിൽ 2 ചികിത്സാ മാർഗങ്ങൾ അവതരിപ്പിച്ചു. ഒന്നാമത്തേത് പ്രശ്നം ചെറിയതും പ്രാരംഭഘട്ടത്തിലും ആകയാൽ ഇടപെടലില്ലാതെ നിരന്തര നിരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുക എന്നതായിരുന്നു. വളർന്ന മുതിർന്നവരിലും ഇത്തരം അവസ്ഥകൾ അടിയന്തര ഇടപെടലില്ലാതെ നിയന്ത്രണത്തിലാകാറുണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞിരുന്നു. രണ്ടാമത്തേത് പ്രശ്നം പൂർണ്ണമായും നീക്കം ചെയ്യാൻ ലക്ഷ്യമിട്ട ചികിത്സ സ്വീകരിക്കുക എന്നതായിരുന്നു. ഒടുവിൽ അപകട സാധ്യതയ്ക്ക് ഇടവരുത്താതെ പ്രശ്നം തുടക്കത്തിലേ ഇല്ലാതാക്കുന്നതാണ് ശരിയെന്ന നിലപാടിലാണ് നെതന്യാഹു ചികിത്സ തെരഞ്ഞെടുത്തത്. തുടർന്ന് നടത്തിയ ലക്ഷ്യ ചികിത്സ വിജയകരമായിരുന്നുവെന്നും ആരോഗ്യ പ്രശ്നത്തിന്റെ ഒരു സൂചന പോലും ഇപ്പോൾ ശേഷിക്കുന്നില്ല എന്നും നെതന്യാഹു അവകാശപ്പെടുന്നു. ചെറിയ ചില ചികിത്സകൾക്കായി ആശുപത്രിയിൽ പോയെങ്കിലും തന്റെ പതിവ് ജോലികളിൽ ഒരു വലിയ ഇടവേള ഉണ്ടായിട്ടില്ല എന്നും പുസ്തകം വായിക്കുകയും സർക്കാർ കാര്യങ്ങൾ തുടർന്നും കൈകാര്യം ചെയ്യുകയുമെല്ലാം വളരെ ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ സന്ദേശത്തിന്റെ ഭാഷയിൽ നോക്കുമ്പോൾ ഞാൻ ദുർബലനായിട്ടില്ല, ഞാൻ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്ന ഉറച്ച പ്രതീതി സൃഷ്ടിക്കാനായിരുന്നു ഈ വിശദീകരണത്തിന്റെ ലക്ഷ്യമെന്ന് തോന്നിപ്പിക്കുന്നു. ഇതോടൊപ്പം ഹെഡ്രസഹ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാർക്കും മെഡിക്കൽ സ്റ്റാഫിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യുദ്ധവും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദവും നിറഞ്ഞ കാലഘട്ടത്തിൽ ചികിത്സാ സംവിധാനങ്ങളോടുള്ള പൊതുവിശ്വാസം ശക്തിപ്പെടുത്തുന്നതിലും ഈ നന്ദി പ്രകടനം പങ്കുവഹിക്കുന്നു. ദേശീയ നേതാവ് ചികിത്സ നേടിയ സ്ഥാപനത്തെ പ്രശംസിക്കുന്നത് ആരോഗ്യരംഗത്തിനും രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കും ഒരുപോലെ ഗുണകരമായ സന്ദേശമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നെതന്യാഹു ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്ന നെതന്യാഹു 1 വർഷം മുമ്പ് പ്രോസ്റ്റേറ്റിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അടുത്തിടെ നടത്തിയ പരിശോധനയിൽ വ്യാപിക്കാത്ത പ്രാരംഭഘട്ടത്തിലുള്ള ട്യൂമർ ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് ചികിത്സ ആരംഭിക്കുകയും ട്യൂമർ നീക്കം ചെയ്യുകയും ചെയ്തത്. മാസങ്ങൾക്ക് മുൻപ് ഇത് കണ്ടെത്തിയ നെതന്യാഹു ഏകദേശം 2.5 മാസം മുമ്പ് റേഡിയേഷൻ തെറാപ്പി ആരംഭിച്ചതായും അടുത്തിടെ ചികിത്സ പൂർത്തിയാക്കിയതായും അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കിയത്.
ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്ന നെതന്യാഹു 1 വർഷം മുമ്പ് പ്രോസ്റ്റേറ്റിനും ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അടുത്തിടെ നടത്തിയ പരിശോധനയിൽ വ്യാപിക്കാത്ത പ്രാരംഭഘട്ടത്തിലുള്ള ട്യൂമർ ഡോക്ടർമാർ കണ്ടെത്തി. ഇതോടെ ചികിത്സ ആരംഭിച്ചു. ട്യൂമർ നീക്കം ചെയ്യുകയും ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ നെതന്യാഹു ഏകദേശം 2.5 മാസം മുമ്പ് റേഡിയേഷൻ തെറാപ്പി ആരംഭിച്ചുവെന്നും അടുത്തിടെ ചികിത്സ പൂർത്തിയാക്കിയെന്നും അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറഞ്ഞു. കൂടാതെ 2024 മാർച്ചിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കും വിധേയനായി. പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തതും ഹെർണിയ ശസ്ത്രക്രിയ വിവരങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതിന് നെതന്യാഹു ജനങ്ങളിൽ നിന്ന് വിമർശനം നേരിട്ടിരുന്നു. ഇസ്രയേലിൽ 2026 ഒക്ടോബറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ആരോഗ്യ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പ്രധാനമന്ത്രി പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഭരണപരമായ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ സജ്ജനാണെന്നും ഇസ്രയേൽ സർക്കാരും വ്യക്തമാക്കി. ഇസ്രയേലിനെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ കാരണമാകുമെന്നതിനാലാണ് താൻ റിപ്പോർട്ട് 2 മാസം തടഞ്ഞുവെച്ചത് എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇത് വളരെ കൃത്യമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. കാരണം നെതന്യാഹുവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇറാനിൽ ആഘോഷ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പള്ളികളിൽ പ്രാർത്ഥനകൾ പോലും നടക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു മരിച്ചെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. തന്റെ അസുഖവിവരം പുറത്തു വന്നാൽ ഇത്തരത്തിൽ കൂടുതൽ വ്യാജ വാർത്തകൾ ഇറാൻ പടച്ചുവിടും എന്ന ആശങ്കയാണ് നെതന്യാഹുവിനെ റിപ്പോർട്ട് വൈകിപ്പിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമായിരിക്കുന്നത്. മരണവാർത്തകൾക്ക് പിന്നാലെ ജെറുസലേമിലെ ഒരു കഫേയിലേക്ക് ചെന്ന് കാപ്പി വാങ്ങുന്ന വീഡിയോ നെതന്യാഹു പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ വീഡിയോ AI ആണെന്ന് ആരോപണമുയർന്നു. അത് ഏറെക്കുറെ തെളിയിക്കുകയും ചെയ്തു. എന്നാൽ നെതന്യാഹുവിനെ ചുറ്റിപ്പറ്റിയ ചർച്ചകൾ ആരോഗ്യപരിധിയിൽ മാത്രം നിൽക്കുന്നില്ല. ഇപ്പോഴും ഏറെ വിവാദമുയർത്തിയ മറ്റൊരു വെളിപ്പെടുത്തലാണ് മുൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി നടത്തിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി മുമ്പ് നിരവധി അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഇറാന്റെ നേരെയുള്ള സൈനിക നീക്കങ്ങൾ നിർദ്ദേശിച്ചിരുന്നുവെന്നും ആ നിർദ്ദേശങ്ങൾ പല ഭരണകൂടങ്ങളും നിരസിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു മുൻപുള്ള 3 ഗവൺമെന്റുകളോടും ഇറാൻ ആക്രമിക്കണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് കെറിയുടെ ഈ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ബരാക് ഒബാമ, ജോർജ് ബുഷ്, ജോ ബൈഡൻ എന്നിവർ ഓരോ ഘട്ടങ്ങളിലും ഇറാനെതിരായ നേരിട്ടുള്ള യുദ്ധമാർഗം തള്ളിക്കളയുകയായിരുന്നു. നയതന്ത്രപരമായ എല്ലാ സാധ്യതകളും അവസാനിച്ചിട്ടില്ലാത്തതിനാലാണ് അവർ അത്രയും വേഗത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങാൻ തയ്യാറാകാതിരുന്നത് എന്നാണ് കെറി സൂചിപ്പിച്ചത്. ഇതിലൂടെ അമേരിക്കൻ ഭരണകൂടങ്ങൾ സൈനിക ശക്തി ഉണ്ടായിട്ടും പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തിയിരുന്നു എന്ന വിലയിരുത്തൽ ശക്തമാകുന്നു. ഇവിടെ ശ്രദ്ധേയമായത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ സമീപനവും അമേരിക്കൻ ഭരണകൂടങ്ങളുടെ തന്ത്രപരമായ മിതത്വവും തമ്മിലുള്ള വ്യത്യാസമാണ്. നെതന്യാഹു ദീർഘകാലമായി ഇറാനെ തന്റെ രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി ചിത്രീകരിച്ചു വരുന്നു. ആണവ പദ്ധതി, പ്രോക്സി സായുധ സംഘടനകൾക്ക് ലഭിക്കുന്ന പിന്തുണ, മേഖലാതല സ്വാധീനം എന്നിവ ചൂണ്ടിക്കാട്ടി ശക്തമായ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റുമാർ യുദ്ധം ആരംഭിക്കുക എളുപ്പമല്ലെങ്കിലും ഇതിന്റെ അവസാന ഫലം നിയന്ത്രിക്കുക പ്രയാസമാണെന്ന കാഴ്ചപ്പാടിലാണ് കൂടുതൽ സമയം നിന്നത്. ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ ചർച്ചയിൽ നിർണായകമാണ്. സുരക്ഷാ ഭീഷണികളെ ശക്തമായി ഉയർത്തിക്കാട്ടുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ശക്തികളിൽ ഒന്ന്. ഇതേസമയം അഴിമതി കേസുകൾ, ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ, നീതിന്യായ പരിഷ്കരണ വിവാദങ്ങൾ എന്നിവയും അദ്ദേഹത്തെ നിരന്തരം പിന്തുടരുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആരോഗ്യ വിവര വെളിപ്പെടുത്തലും ദേശീയ സുരക്ഷാ ചർച്ചകളും ഒരുമിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ നേതൃപ്രതിച്ഛായയെ പുനർനിർമ്മിക്കാൻ സഹായകരമായേക്കാം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ വ്യക്തിപരമായ ആരോഗ്യ പ്രഖ്യാപനം പോലും വലിയ രാഷ്ട്രീയ സംഭവമായി മാറും. കാരണം ഒരു നേതാവിന്റെ ആരോഗ്യം, യുദ്ധസമയ തീരുമാനം, രാജ്യാന്തര ബന്ധങ്ങൾ, പൊതു അഭിപ്രായം എന്നിവ ഇന്ന് പരസ്പരം ബന്ധിപ്പിച്ച ഘടകങ്ങളാണ്. നെതന്യാഹുവിന്റെ മെഡിക്കൽ രേഖകൾ വൈകിപ്പിച്ച നടപടി, ചെറിയ ആരോഗ്യ പ്രശ്നം വിജയകരമായി നേരിട്ടു എന്ന അവകാശവാദം, ഇറാനെക്കുറിച്ചുള്ള പഴയ യുദ്ധ പ്രസ്താവനകളെക്കു ചൊല്ലിയുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ, ഇവയെല്ലാം ചേർന്ന് അദ്ദേഹം ഇപ്പോഴും പ്രാദേശിക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തവും വിവാദപരവുമായ വ്യക്തികളിൽ ഒരാളാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നു. അവസാനമായി പറയേണ്ടത്, ഈ സംഭവവികാസങ്ങൾ ഒരു വ്യക്തിയുടെ ആരോഗ്യ വിവരം എന്നതിലുപരി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ. അധികാരം, സുരക്ഷ, യുദ്ധം, ജനവിശ്വാസം, നേതൃപ്രതിച്ഛായ, ഈ 5 ഘടകങ്ങളും ഒറ്റസമയം ഏറ്റുമുട്ടുന്ന വേദിയിലാണ് ഇന്ന് നെതന്യാഹുവും ഇസ്രയേലും നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നെതന്യാഹുവിന്റെ ഈ വെളിപ്പെടുത്തൽ. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാകും
നെതന്യാഹു. ആരോഗ്യകാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. മലയാളി വാർത്ത ഇൻസൈഡ്.